ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. പരിസ്ഥിതി ക്വിസ് പാർട്ട് 4 ആണെന്ന്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുപരി നമ്മുടെ ചാനലിന് കുറേ കൂടി സപ്പോർട്ട് കിട്ടാനായി ചാനൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്, അപ്പോൾ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, വനങ്ങളും വന്യജീവി സംരക്ഷണവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. പരിസ്ഥിതി ദിനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് അതിനെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വനങ്ങൾ, വന്യജീവി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റ്. ഏതാ? കൺകറന്റ് ലിസ്റ്റ്. നല്ല ശബ്ദത്തിൽ പറയണം, എങ്കിലേ ആൾക്കാർക്ക് കേൾക്കൂ. ഓക്കെ, കൺകറന്റ് ലിസ്റ്റിലാണ്. ശരിയായ ഉത്തരവാണ്. ആക്ച്വലി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രധാനമായിട്ട് 3 ലിസ്റ്റുകളുണ്ട്. ഏതൊക്കെയാ? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് ഡിസിഷൻസ് എടുക്കുന്നതാണ്. യൂണിയൻ ലിസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്നതാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്. പിന്നെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിലാണ് വനവും വന്യജീവി സംരക്ഷണവും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഹ്യൂമാനിറ്റീസിൽ പഠിക്കാനുണ്ട്. ഓ റൈറ്റ്. എങ്കിൽ അടുത്ത ചോദ്യം, രാജ്യത്തെ വനങ്ങളും മൃഗങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു ഭരണഘടന ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 48A. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48A ആണ് രാജ്യത്ത് വനങ്ങളും മൃഗങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടണമെന്ന് അവകാശപ്പെടുന്നത്. അത് ഭരണഘടനയുടെ ഏത് മേഖലയിൽ പെടുന്നതാ? ഏത് പാർട്ടിലാ? പാർട്ടെന്ന് ഉദ്ദേശിച്ചത് ഏത് വിഭാഗത്തിൽ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുന്നത്. എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഭരിക്കപ്പെടേണ്ടത് എന്നുള്ളതിനുള്ള നിർദ്ദേശങ്ങൾ, ഡയറക്ഷൻസ് നൽകുന്ന ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. Directive principles are the principles given to the government. According to that, the government has to make policies for the people. എന്റെ പൊന്നോ, അടുത്ത ക്വസ്റ്റ്യൻ. ഹ്യൂമാനിറ്റീസ് ക്ലാസ് ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ തീരാൻ തോന്നില്ല. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ചോദ്യം. ഇപ്പൊ ജീവികളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു, മൃഗങ്ങളെയും സസ്യങ്ങളെയും വനങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പൊ 2 രീതിയിലാണ് സംരക്ഷിക്കാനുള്ള സാധ്യത. ഒന്ന്, മൃഗങ്ങളും ജീവികളും ഒക്കെ ഇപ്പൊ നിലവിൽ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ, ആ പ്രദേശത്ത് തന്നെ അവയെ കൃത്യമായി സംരക്ഷിക്കാം. രണ്ടാമത്തേത്, അവയെ അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി വേറെ ഏതെങ്കിലും മേഖലയിൽ കൊണ്ടുചെന്ന് അവിടെ സംരക്ഷിക്കാം. ചിക്കടി, ആദ്യത്തെ കേസ് നിലവിലുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ മൃഗങ്ങളെയും ജന്തുക്കളെയും സസ്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണെന്നറിയാവോ? ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു എക്സിറ്റു. ഇതെന്താ? മുതിർന്ന കുട്ടികൾക്കാണ് അത് കൂടുതൽ ആവശ്യം വരുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ, അതായത് നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ, ദേശീയോദ്യാനം, അതാണ് നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ. ഇവയുടെയൊക്കെ പ്രത്യേകത എന്താ? ഇവയൊക്കെ എവിടെയാണോ അവയുള്ളത് അതേ സ്ഥലത്ത് തന്നെ അവയെ സംരക്ഷിക്കുകയല്ലേ. മറിച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ജീൻ ബാങ്കുകൾ, സൂ, നമ്മുടെ കാഴ്ച ബംഗ്ലാവുകൾ, ഇവിടെയൊക്കെ പ്രത്യേകത ഈ പറഞ്ഞവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് എടുത്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവയാണ് നമ്മൾ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. നിലവിലുള്ള സ്ഥലത്ത് തന്നെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിച്ചാൽ ഇൻസിറ്റു, അപ്പുറത്തേക്ക് വന്നാൽ എക്സിറ്റു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇൻസിറ്റു കൺസർവേഷനിൽ പെടുന്ന ചില കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് അവിടെ തന്നെ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു പ്രത്യേക മേഖലയിലെ ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും ഒക്കെ കൂടി സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ദേശീയോദ്യാനം. ഇപ്പൊ ദേശീയോദ്യാനം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ വന്യജീവികളെ മാത്രമല്ല, അവിടുത്തെ ചരിത്രവും അവിടുത്തെ ഭൂമിശാസ്ത്രവും ജൈവ വൈവിധ്യവും ഒക്കെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അവയാണ് നമ്മൾ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത്. എങ്കിൽ കേരളത്തിൽ നിലവിൽ എത്ര ദേശീയോദ്യാനങ്ങൾ? 5 ദേശീയോദ്യാനങ്ങൾ. ശരിയായ ഉത്തരമാണ്. നിഷാൻ, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാ? ഇരവികുളം നാഷണൽ പാർക്ക്. ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടെ? 1978ലാണ്. 1978 ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്, ദേശീയോദ്യാനം. അവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഒരു പ്രത്യേകതരം മൃഗം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, വരയാടുകള്. ആ ആടിന്റെ ദേഹത്ത് വര കാണൂ? ഇല്ല, അത് നീലഗിരി താർ വരൈ ആടെന്നാണ്. വരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ, കല്ലെന്നൊക്കെയാണ് അർത്ഥം. പാറകൾക്കിടയിൽ കാണുന്ന ആടായതുകൊണ്ടാണ് കേട്ടോ ആ പേര്. ഓക്കെ, ഈ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എവറസ്റ്റ് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടി. എവറസ്റ്റ് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. നീ ഏതാ പറയാൻ വന്നേ?
പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഇന്ത്യയിലെ കൊടുമുടി ആനമുടിയാണോ? സോറി, എവറസ്റ്റ് ഞാൻ തെറ്റിപ്പോയി. ഹിമാലയത്തിന് വെളിയിൽ. സോറി. കണ്ടോ? ഓക്കെ, അപ്പൊ എനിക്കാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഹിമാലയത്തിന് വെളിയിൽ നിഷാനാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ഹിമാലയത്തിന് പുറമെ നോക്കിയാൽ, ഹിമാലയം കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് ഈ കാര്യം കാഞ്ചൻജംഗ, മൗണ്ട് കേറ്റു, മറ്റേ നങ്കപർവ്വത്, നന്ദാദേവി, ഒരുപാടെണ്ണം വലുതുണ്ട്, ഹിമാലയത്തിൽ വലുതുണ്ട്. ശരിയാ. എന്നാൽ പശ്ചിമഘട്ടത്തിലുള്ള ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. എത്ര മീറ്റർ ഉയരം എന്നറിയോ? ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. മീറ്റർ ചേർത്ത് പറയണം. 2698 അല്ല, 2695. നിഷാൻ പഠിച്ചു വെക്കേണ്ടതാണ്. അത് LP സ്കൂൾ തരത്തിലുള്ള ചോദ്യമാണ്. ഏതാ എവറസ്റ്റിന്റെ ആനമുടിയുടെ ഉയരം? 2695 മീറ്റർ. നെക്സ്റ്റ്, രണ്ടാമത്തെ ദേശീയോദ്യാനം 5 ഇടുക്കി ജില്ലയ്ക്ക് വെളിയിലുള്ള ഒറ്റ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. ഏത് ജില്ലയിലാ? പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയാണ്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്ന ആളെ നമുക്കറിയാം, ഇന്ദിരാഗാന്ധി. പക്ഷെ ഉദ്ഘാടനം നടന്നത് 1985 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. സോ അടുത്ത പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം നടത്തിയത്. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്, ആ സൈലന്റ് വാലിയിലെ നിത്യഹരിത വനത്തിന് മറ്റൊരു പേരുണ്ട്, സൈരന്ത്രി വനം. ശരിയായ ഉത്തരവാണ്. സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടി, സൈരന്ത്രി വനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പടപൊരുതിയ ഒരു മലയാളത്തിലെ പ്രശസ്തയായ പരിസ്ഥിതി പ്രവർത്തക, കവയത്രിയൊക്കെ ആയിട്ടുള്ള ഒരാളുണ്ട്, സുഗതകുമാരി ടീച്ചർ. ശരിയായ ഉത്തരവാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങ്. ലയൺ ടൈൽഡ് മക്കാക്വേ എന്തിനാണ്? സിംഹവാലൻ കുരങ്ങ്. നർത്തകിയുണ്ട്. ആരാണ്? മൃണാളിനി സാരാഭായ്. സൈലന്റ് വാലിക്ക് വേണ്ടി നൃത്തം ചവിട്ടിയ നർത്തകിയാണ്. പെരിയാറെന്നില്ല, അത് വേറെ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് തൽക്കാലം തൂതപ്പുഴ ഉത്ഭവിക്കുന്നു. ശരി, ഇനി അടുത്തത് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാ കേരളത്തിലെ? പാമ്പാടുംചോല. 2003 3 ദേശീയോദ്യാനങ്ങൾ ഒരുമിച്ച് ഇടുക്കിയിൽ സ്ഥാപിക്കപ്പെട്ടു. അതിലൊന്നാണ് പാമ്പാടുംചോല. 2003 മറ്റൊന്ന് ആനമുടിച്ചോല. വേറൊന്ന് മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല. ഇത് 3 ഇടുക്കിയിലുള്ള ദേശീയോദ്യാനങ്ങളാണ്. അങ്ങനെ ടോട്ടൽ 5 ദേശീയോദ്യാനങ്ങൾ. എങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഈ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലുള്ള പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളുണ്ട്. അതായത് ആളുകൾ താമസിക്കുന്നതിനോട് ചേർന്ന് ഈ പരിസ്ഥിതി പ്രദേശങ്ങൾ കാണും. അത് ജനങ്ങളുടെ കൂടി സപ്പോർട്ടോടെയാണ് സംരക്ഷിക്കപ്പെടുക. അങ്ങനെയുള്ളവയ്ക്ക് എന്താ പറയുന്നത് പേരറിയോ? കമ്മ്യൂണിറ്റി അല്ലേ അത്? കമ്മ്യൂണിറ്റി, ആളുകളുടെ കൂടി സഹകരണത്തോടെ. സോ അതിനറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവ്. ശരിയാണ്. കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവേ ഉള്ളൂ. അത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഏതാ? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. 2007 സ്ഥാപിതമായ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവ് ആണ്. ഇപ്പൊ കമ്മ്യൂണിറ്റി റിസർവിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ജനങ്ങളുടെ കൂടി സപ്പോർട്ടോട് കൂടി ചെയ്യുന്ന ജനവാസ മേഖലയിൽ തന്നെ ഉള്ളതാണ് അത്. എങ്കിൽ അടുത്തൊരെണ്ണം, ഈ ഇൻസിറ്റു കൺസർവേഷന്റെ മറ്റൊരു ഉദാഹരണം ആണ് ഈ ലോകത്തെ ചില പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യവും ജനിതക സ്രോതസ്സുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വിശാലമായ ഒരു സംവിധാനമുണ്ട്. യെസ്, ബയോസ്ഫിയർ റിസർവ്. അതായത് യുനെസ്കോയുടെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ലോകമാസകലം ബയോസ്ഫിയർ റിസർവുകൾ തുടങ്ങിയത്. പാരീസിലൊന്നുമല്ല, 1971 അല്ല. എന്തോ പ്രത്യേകം പറ, അതിന്റെ പേരെന്താ? അപ്പോൾ 1971 യുനെസ്കോ ആരംഭിച്ച പദ്ധതിയാണ് മാൻ ആൻഡ് ബയോസ്ഫിയർ. അതിന്റെ ഭാഗമായിട്ടാണ് ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ടായത്. ഒറ്റ കാര്യം ഓർത്താൽ മതി, ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രദേശമായിരിക്കും. ഒരു ബയോസ്ഫിയർ റിസർവിനകത്ത് തന്നെ വലിയ വന്യജീവി സങ്കേതങ്ങളും കമ്മ്യൂണിറ്റി റിസർവും ദേശീയോദ്യാനങ്ങളും ഒക്കെ ഇതല്ലേ ഈ കണ്ടേക്കാം. ബയോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ പ്രദേശവും അല്ലേ?
അല്ല, ബയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ നിന്നുള്ള ജീവനുള്ള മേഖല എല്ലാം കൂടെ ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതാണ്. ജീവനുള്ള എല്ലാ, അതെ അതെ അതെ, ജീവനുള്ളത്. അത് കടലാകാം, വെള്ളമാകാം, ഭൂമി കുറച്ച് കുഴിച്ച് ചെല്ലുന്ന കുറച്ച് ദൂരത്തേക്ക് വരെ ജീവികളുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർന്നാണ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഈ ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്രദേശം. ഉദാഹരണത്തിന് കേരളത്തിൽ 2 ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത്. ഏതൊക്കെയാ? നീലഗിരിയും അഗസ്ത്യമലയും. നീലഗിരിയും അഗസ്ത്യമലയും. ഇതിൽ തന്നെ നീലഗിരി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. കേരളത്തിലെ 2 ഒന്ന്. ഈ നീലഗിരിക്കകത്താണ് വയനാട് വന്യജീവി സങ്കേതം, സൈലന്റ് വാലി ദേശീയോദ്യാനം, ആറളം വന്യജീവി സങ്കേതം. പറഞ്ഞു മനസ്സിലായോ? ഇതൊക്കെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ഇത് മാത്രമല്ല, വേറെ കുറെ ഏരിയയും കൂടെ ചേരുന്നതാണ് ബയോസ്ഫിയർ. വളരെ വലുതാണ് ബയോസ്ഫിയർ റിസർവ്. കേട്ടോ, പിടിയോ? അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി, കേരളത്തിലെയോ? കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവും ഏതാ? നീലഗിരി. നീലഗിരി ശരിക്കും കേരളം മാത്രമല്ല, 3 സംസ്ഥാനങ്ങൾ ചേർന്നാണ്. തമിഴ്നാട്, കേരളം, കർണാടക. ഏതാ? കർണാടക. നിഷാൻ എന്താ സംശയം വന്നേ? വേറെ ഏതെങ്കിലും സംസ്ഥാനം? ഏതാ? വേറെ കേരളമായിട്ട് മുട്ടിക്കിടക്കുന്ന വേറെ സംസ്ഥാനം വല്ലതും ഉണ്ടോ? കേരളം, കർണാടക, തമിഴ്നാട്, ഇത് 3 കൂടെ ചേരുന്നതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഓക്കെ. രണ്ടാമത്തത് പറഞ്ഞത് എവിടാ? അഗസ്ത്യമല. അതെവിടാ? തിരുവനന്തപുരം. തിരുവനന്തപുരം കൊല്ലവും കൂടെ ചേർന്നാണ്. തിരുവനന്തപുരം കൊല്ലം ഈ നെയ്യാർ വന്യജീവി സങ്കേതം, ചെന്തരുണി വന്യജീവി സങ്കേതം, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. അപ്പം മാനാൻ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടാണെന്ന് കണ്ടല്ലോ. നിഷാന്റെ കോട്ടുവായ്ക്കകത്ത് ആൾക്കാർ കയറി പോകും. എന്തൊരു കോടാ, 5-6 ക്വസ്റ്റ്യൻ ഉള്ളൂ. നിർത്താൻ വേണ്ടിയുള്ള ക്ലൂവാ. അപ്പം യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് പദ്ധതി പറഞ്ഞല്ലോ, മാനാൻ ബയോസ്ഫിയർ റിസർവ്. എങ്കിൽ യുനെസ്കോയുടെ ഫുൾ ഫോം പറയാം. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് സയന്റിഫിക് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോയുടെ ഫുൾ ഫോം അതാണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാ നിഷാൻ? യുനെസ്കോ നിബിക്ക് ഫ്രാൻസിലെ യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഫ്രാൻസിലെ പാരീസ്. ഓർത്തിരിക്കേണ്ടി, യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഇക്കോളജിക്കൽ സ്പോട്ടുകളുണ്ട്, ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിളിക്കും. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ഹാബിറ്റാറ്റും ബയോസ്ഫിയർ റിസർവിന്റെ ആവാസ വ്യവസ്ഥയൊക്കെ ഉണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവിടെ നല്ല ജൈവവൈവിധ്യമൊക്കെ ഉണ്ട്. എന്നാൽ അത് ഭീഷണിയെ, ആ വംശനാശ ഭീഷണി അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ ഭീഷണി നേരിടുന്നു. അവയെയാണ് നമ്മൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. അതായത് അവിടെ നല്ല ജൈവവൈവിധ്യമൊക്കെ ഉണ്ട്, എന്നാൽ ആ ജൈവവൈവിധ്യം ജൈവവൈവിധ്യ നാശത്തിനുള്ള ഭീഷണി നേരിടുന്നുണ്ട്. അതാണ് ആവാസ നാശ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത്. ലോകത്ത് അങ്ങനെ പ്രധാനപ്പെട്ട ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന എത്ര എണ്ണം? 34 ശരിയായ ഉത്തരവാണ്. ഇന്ത്യയിൽ അങ്ങനത്തെ എത്ര ഹോട്ട്സ്പോട്ട് ഉണ്ടെന്നറിയോ? 3 എണ്ണമാണുള്ളത്. ഇന്ത്യയിൽ കൃത്യമായി പറഞ്ഞാൽ 3 ഹോട്ട്സ്പോട്ടുകളാണ്. ഒന്ന് വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം. അടുത്തത് ഹിമാലയ മുഴുവനായിട്ടില്ല, ഹിമാലയത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗം, ഇന്ത്യ വടക്ക് കിഴക്കൻ ഭാഗമാണ്. പിന്നെ യെസ്, ഇന്ത്യയും ബർമയും കൂടെ, മ്യാൻമാറാണ് ഇപ്പൊ, ആ ഇന്ത്യയും ബർമയും കൂടെ ചേരുന്ന ആ മേഖല ഇൻഡോ ബർമ മേഖല. അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ഹോട്ട്സ്പോട്ടുകൾ അതാണെന്ന് മാത്രം ഓർത്തു വെക്കുക. ഓക്കെ. ഇതിൽ അല്പം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അതിനൊപ്പം കുറച്ച് മനസ്സിലാക്കേണ്ട ചോദ്യങ്ങൾ കൂടി ചേരുന്ന ഭാഗമായിരുന്നു. ഓക്കെ. ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ചാനൽ ജോയിൻ ചെയ്തതും ഈ വീഡിയോ ഹൈപ്പ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ പിന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം, വീഡിയോ ലൈക്കും ചെയ്യാം. അപ്പം പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം.